ഖാദിയാനി മലം വന്ന് മരിച്ചു. ഖാദിയാനിയെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ എതിർത്ത മഹാൻ, ഇന്ത്യയിൽ തന്നെ ഏറ്റവും എതിർത്ത മഹാൻ അല്ല. ഖാദിയാനികൾ കാഫിറാണെന്ന് ലോക ചരിത്രത്തിൽ ഏറ്റവും ആദ്യം ഫത്വ കൊടുത്ത മഹാൻ ശംസുൽ ഉലമാ റഹിമഹുല്ലാഹ്. എങ്ങനെ മരിച്ചു? സുബഹിന്റെ ബാങ്ക് കൊടുത്തപ്പോൾ ബാങ്കിന് ഇജാബത്ത് ചെയ്തു. وآخر الفاضل أراني مقارن بأنفاسه الأخرى التي لم تعاقب. മനുഷ്യന്മാരെ, ഇത് സത്യം നിങ്ങൾക്ക് ഇനിയും തോന്നിയില്ലേ? ഖാദിയാനി എടാ മിർസ ഗുലാം, എടാ ഖാദിയാനി, നിന്റെ വലിയ ഖാദിയാനി, നിന്റെ തലയിലുള്ള വലിയ ഖാദിയാനി അമേരിക്കയുടെയും ബ്രിട്ടന്റെയും സഹായത്തോടെ മുസ്ലിം സമുദായത്തിന്റെ ഉള്ളിൽ ചാരപ്പണിയെടുത്ത കാഫിറായ നിന്റെ നേതാവ് ഖാദിയാനി ചണ്ഡീഗഡിൽ മലം വന്ന് ഛർദ്ദിച്ച് മരിച്ചു. നിങ്ങൾ ചിന്തിക്കണം. എന്നിട്ട് ആ ലണ്ടനിൽ കൊണ്ടുപോയി നിങ്ങൾ തലസ്ഥാനമാക്കി അവരാ നിങ്ങൾ. എന്നാൽ ലണ്ടനിൽ വെച്ച് മരിച്ചു മഹാനായ മൗലാന മുഹമ്മദ് അലി. പക്ഷെ മറവ് ചെയ്തത് ബൈത്തുൽ മുഖദ്ദസിൽ. മനസ്സിലായില്ല? മരിച്ചത് ലണ്ടനിൽ, ഖബർ ബൈത്തുൽ മുഖദ്ദസിൽ. എങ്ങനെ? ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അടരാടാൻ വേണ്ടി പോയ പ്രഗത്ഭനായ മഹാനായ മുസ്ലിം ജനനേതാവ് അല്ല, ഇന്ത്യയുടെ ജനനേതാവ്, ഇന്ത്യയുടെ അഭിമാന ഭാജനമായിരുന്നു മഹാനായ മൗലാന മുഹമ്മദ് അലി. ലണ്ടനിൽ വെച്ച് മരിച്ചു. അവസാന വസിയത്ത് ഇങ്ങനെയായിരുന്നു, എന്റെ ഖബർ ഖുദ്സിലാകണം. നേരെ ഫ്ലൈറ്റിന് കൊണ്ടുവന്നു. മറവ് ചെയ്തത് ഇപ്പോഴുമുണ്ട്, അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യൻ മുസ്ലിമീങ്ങളെ നേതാവിന്റെ ഖബറിടമാണ് ഇപ്പോഴും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോഴും ബൈത്തുൽ മഖ്ദസ് സന്ദർശിക്കുന്ന ആളുകൾക്ക് ഇന്നും സൗകര്യമുണ്ട് സിയാറത്ത് ചെയ്യാൻ. ആ ഖാദിയാനിയെ എതിർത്ത മനുഷ്യൻ, ലോകത്തെ ആ സമൂഹം ആ ഖാദിയാനി കാഫിറാണെന്ന് ലോക ചരിത്രത്തിൽ ചിന്തിക്കണം. ആദ്യമായി പറഞ്ഞ ഇന്ത്യൻ പണ്ഡിതൻ മഹാനായ ശംസുൽ ഉലമാ റഹിമഹുല്ലാഹ്. കാഫിറാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, കാഫിറുമല്ല, അരഫിറുമല്ല, മുഴുവനും ഫിറാണ്. അങ്ങനെ പറഞ്ഞത്. കാലും ഒരു അരയൊന്നല്ല. ഇവിടെ പലർക്കും പേടിയായിരുന്നു കാഫിറാണെന്ന് പറയാൻ. അപ്പോൾ പറഞ്ഞു, കാഫിറുമല്ല, അരഫിറുമല്ല, മുഴുവനും ഫിറാണ്. അങ്ങനെ പറഞ്ഞത്. കാലും അരയൊന്നല്ല. എങ്ങനെ മരിച്ചു? എങ്ങനെയാ മരിച്ചത്? കാലും അരയൊന്നല്ല, ഫുള്ളാണ്. അങ്ങനെ പറഞ്ഞു. എങ്ങനെ മരിച്ച? ശംസുൽ ഉലമാ വആഖിറു അൽഫാലിൽ അരാനി മുഖാരിനു ബിഅൻഫാസിഹിൽ ഉഖറല്ല തിലം തുആഖബി. ബാങ്കിന് സുബഹിന്റെ ബാങ്ക് കൊടുത്തു. അപ്പോൾ കിടക്കുന്ന കട്ടിലിൽ ശിഷ്യന്മാരോട് ആ സുബഹിയുടെ കുറച്ചു നേരം മുമ്പ് പറഞ്ഞു, യാസീൻ ഓടിക്കോളൂൻ. എല്ലാരും യാസീൻ ഓടി. യാസീൻ വൈലൈഹി തുർജഊൻ എന്ന് അവസാനിക്കുമ്പോൾ തൊട്ടടുത്ത പള്ളിന് ബാങ്ക് കൊടുത്തു. ബാങ്കിന് ഇജാബത്ത് നൽകി. ബാങ്കിന്റെ അവസാന വാചകവും പറഞ്ഞു. കണ്ണടച്ചു. തസ്ബീഹ് മാല കയ്യിൽ നിന്ന് വീണു, വെച്ചു. والعاقبة للمتقين والعاقبة للمتقين.